back to my YouTube channel. I have a new video. So in this video, we're going to talk about the women's financial independence. So women in a financial stability and financial independence importance and how much strength, confidence will give a job or a financial independence. Strength, confidence, or stability on a life and discuss. So this video, it's like ഒത്തിരി നാളായിട്ട് ഞാൻ എടുക്കണം എന്ന് കരുതിയിരുന്ന ഒരു ടോപ്പിക്കാണ്. സോ അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബിക്കോസ് ഞാനിപ്പോൾ ഒരു 1.5 hour ഒക്കെ ആയി എനിക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി കിട്ടിയിട്ട്. ബിക്കോസ് ഐ ജസ്റ്റ് മൂവ്ഡ് ഇൻ ടു എ ജോബ്, അല്ലെങ്കിൽ ഒരു പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ വിത്തൗട്ട് എനി ലാഗ് ഓർ സംതിങ്, എനിക്കവിടെ ഒരു ബ്രേക്കൊന്നും ഇല്ലാതെ ഞാൻ പെട്ടെന്ന് തന്നെ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മൈ എഡ്യൂക്കേഷൻ ലൈക്ക് ഡിഗ്രി ഞാൻ അപ്പം തന്നെ ഞാൻ ജോലിക്ക് കയറി. സോ ഇറ്റ് വാസ് എ ക്യുക്ക് വൺ. എന്താ പറയുക, ഒരു പെട്ടെന്നൊരു ബൂം എൻ്റെ ലൈഫിലുണ്ടായത് പോലെ. ലൈക്ക് എൻ്റെ ഗ്രാഫ് ലൈക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഇങ്ങനെ മേലെ പോയൊരു ഫീലായിരുന്നു. ബിക്കോസ് എ ലോട്ട് ഓഫ് തിങ് എനിക്ക് പഠിക്കാൻ പറ്റി. ഒത്തിരി കാര്യങ്ങൾ ചേഞ്ച് ഉണ്ടായി എൻ്റെ ലൈഫിൽ. ലൈക്ക് വി ഓൾ നോ how good or how important is to be financially independent. സോ ഈ ഒരു ടൈമിൽ എനിക്ക് ഓർമ്മ വരുന്നൊരു വീഡിയോ ഉണ്ട്. ഏതൊരു ഇൻ്റർവ്യൂവിൽ സൂര്യ സാർ പറഞ്ഞതാണ്, ലൈക്ക് വാട്ട് ആർ ദ തിങ്സ് മെൻ നീഡ് ഇസ് വിമൻ നീഡ് ടു. അതായത് എന്തൊക്കെയാണോ പുരുഷന്മാർക്ക് ആവശ്യം അതൊക്കെ സ്ത്രീകൾക്കും വേണം. സോ ദാറ്റ് റിയലി ഹിറ്റ്സ് മീ ഹാർട്ട്. സ്റ്റിൽ ഇൻ 2025 വിമൻസ് ഫേസിങ് പ്രോബ്ലംസ്. സോ ആ പ്രോബ്ലംസിനെ പറ്റി, അതിൻ്റെ സൊല്യൂഷൻസിനെ പറ്റി, ആൻഡ് ഇൻ മൈ ലൈഫ് വാട്ട് വാസ് ചേഞ്ച് ഐ ഗെറ്റ് ടു നോ. സോ ഇതിനെയൊക്കെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വേഗം തന്നെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദിസ് വീഡിയോ. സോ ആദ്യം തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എനിക്കുണ്ടായ ഒരു ചേഞ്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഞാൻ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ, എനിക്ക് തോന്നുന്നൊരു 1 month എനിക്ക് ഓഫർ ലെറ്റർ കിട്ടാനുള്ളൊരു ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ജോലി കിട്ടി. ഐ തിങ്ക് എനിക്ക് എൻ്റെ കോഴ്സ് നടക്കുക തന്നെ നമുക്ക് ഈ വൈവയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ലൈക്ക് ഓൺ ദ ഫൈനൽ ഇയർ വൈവ ടൈമിൽ തന്നെ എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലാണ് എൻ്റെ ഫസ്റ്റ് ജോബ് എനിക്ക് കിട്ടുന്നത്. സോ അപ്പം അവിടെ ഒരു ഗ്യാപ്പോ ഒരു ബ്രേക്കോ ഒന്നുമില്ലാതെ തന്നെ ഐ ക്യാൻ ഏബിൾ ടു ബി ഇൻ എ ജോബ്. സോ പെട്ടെന്ന് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. ഐ സ്റ്റാർട്ടഡ് ടു ലീവ് മൈ അലോൺ. അതായത് ഒരു വീട് മാറി നമ്മൾ പാരൻസിൻ്റെ കൂടെ അല്ല നിൽക്കുന്നത്. ആൻഡ് ഐ ആം ഏർണിങ്, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത്. ലൈക്ക് A to Z തിങ്സ് ഞാൻ തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. സോ അതുവരെ നമ്മൾ ഫാമിലിയുടെ കൂടെ, നമ്മുടെ പാരൻസിൻ്റെ കൂടെ നമ്മൾ ഇരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുകയും പെട്ടെന്നൊരു നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുകയും നമ്മുടെ കാര്യങ്ങൾ എല്ലാം നമ്മൾ തന്നെ കൈകാര്യം ചെയ്യാൻ തുടങ്ങുമെന്ന് പറയുമ്പോഴത്തേക്ക് were not that simple. ബിക്കോസ് കുറേ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് നമ്മൾ പാരൻസിനോട് നിൽക്കുമ്പോൾ ദർ ആർ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. ലൈക്ക് എവ്രി വൺ ഡു നോ ദാറ്റ്, റൈറ്റ്? അപ്പം എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയ സംഭവം വെച്ചാൽ വി ഡു ഓൺ എ റെസ്പെക്റ്റ്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഫാമിലിയിൽ, അല്ലെങ്കിൽ നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സർക്കിളിൽ നമുക്കൊരു റെസ്പെക്റ്റ് കിട്ടും. ബിക്കോസ് വി സ്റ്റാർട്ടഡ് ടു ഏൺ അല്ലേ. സോ അത് ഭയങ്കര ഒരു ചേഞ്ചാണ്. പക്ഷേ അതുവരെയും വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഹാർഡ് ടൈമായിരുന്നു. ലൈക്ക് ഒരു ഹോം സിക്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ശരിക്കും പറയാം, ഐ ഡോണ്ട് ലവ് മൈ ഹോം ടൗൺ ശരിക്കും. പക്ഷേ എന്നിരുന്നാലും ആ ഒരു സ്പേസ്, നമുക്ക് ഹോം എന്നൊരു സ്പേസ് ഉണ്ടല്ലോ, അത് ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആദ്യം ഞാൻ പോയപ്പോൾ ഒരു PGയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. സോ ഐ ഹാവ് ടു ഷെയർ ഇറ്റ് വിത്ത് വൺ. സോ അതൊരു ഡബിൾ ഷെയർ റൂമായിരുന്നു. അത് 2 പേരായിരിക്കും റൂമിൽ. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ ആ കയറിയ സമയത്ത് എൻ്റെ റൂമിലുള്ള ആൾ ആ ടൈമിൽ ഇല്ലായിരുന്നു. പുള്ളിക്കെതിരെ ഹസ്ബൻഡ് എന്തോ വന്നു എന്ന് പറഞ്ഞിട്ട് ഷീ ഈസ് നോട്ട് ദെയർ ദാറ്റ് ടൈം. സോ അവിടെ ഞാനൊരു 1 month അങ്ങനെ എന്തോ നിന്നിട്ടുള്ളൂ. സോ 1 month കഴിഞ്ഞിട്ട് ഞാൻ മാറി. കാരണം എനിക്കാണെങ്കിൽ ഒരു സ്ട്രേഞ്ചറിൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇറ്റ് ഡിഫേഴ്സ്, ലൈക്ക് ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കുമല്ലോ. സോ ഐ ഡോണ്ട് ഫെൽ ലൈക്ക് ഐ ഹാവ് ടു ഷെയർ എ റൂം, ഒരു പ്രൈവറ്റ് സ്പേസ് വിത്ത് എ സ്ട്രേഞ്ചർ. സോ ഐ ഡോണ്ട് ഫെൽ ലൈക്ക് ദാറ്റ്. സോ 1 month കഴിഞ്ഞിട്ട് ഞാൻ മാറി. സോ അങ്ങനെയൊക്കെ ഇരിക്കെ എനിക്ക് ഒരു ഫ്രീഡം, എനിക്കൊരു ഇൻഡിപെൻഡൻസി, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കാൻ തുടങ്ങിയപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാം വന്നു. ലൈക്ക് അതുവരെയ്ക്കും നമ്മൾ എന്ത് തോന്നിയ ദിവസം വേണോ കനന്തരി വേണോ കാണിക്കും, ബിക്കോസ് നമ്മുടെ വീട്ടുകാരുണ്ട് എന്നുള്ളൊരിതിൽ. പക്ഷെ അന്ന് ഞാൻ അവിടത്തേക്ക് മൂവ് ചെയ്തതിന് ശേഷം
ഞാൻ എടുക്കുന്ന ഡിസിഷൻസ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ഞാൻ ഭയങ്കര അവെയറായിട്ട് അത്ര ശ്രദ്ധിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്നതാണെങ്കിലും അപ്പോൾ ആ ടൈമിലുള്ള സേഫ്റ്റി ആണെങ്കിലും ആ പോകുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ കൺസേൺഡ് ആയിട്ടാണ് ചെയ്യാൻ തുടങ്ങിയത്. സോ ആദ്യത്തെ ഒരു ഫീസ് അങ്ങനെയൊക്കെയാണ്. പിന്നെ അഫ്കോഴ്സ് ജോലിക്ക് പോകുന്നു, തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മളെ വീട്ടിലല്ല നിൽക്കുന്നത്, അപ്പോൾ അതിൻ്റേതായ കുറേ സങ്കടങ്ങൾ, അങ്ങനെ കുറേ ടൈമൊക്കെ പോയി കേട്ടോ. അതൊക്കെ ഇറ്റ്സ് എ പാർട്ട്, ലൈക്ക് അതൊക്കെ വേറൊരു പാർട്ടാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ, ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എനിക്കിന്ന് കിട്ടിയപ്പോൾ, പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞു, മക്കളെ പെട്ടെന്നൊരു സാലറി നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എവിടെ സ്പെൻഡ് ചെയ്യണം, എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്ന് അറിയുന്നത് എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നു. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നു. എനിക്ക് അന്ന് തൊട്ട് ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു എമൗണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യവും ഞാൻ മാറ്റി വയ്ക്കും. അതായത് ഇപ്പോൾ റെൻറ്റിനാണെങ്കിൽ ഇത്ര, ഫുഡിനാണെങ്കിൽ ഇത്ര, എൻ്റെ ബാക്കി ഇപ്പോൾ അല്ലാതെ പുറത്തൊക്കെ ഫുഡ് പോയി കഴിക്കാനും എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ഉള്ള ചെറിയ ചെറിയ മിസലീനിയസ് എക്സ്പെൻസിന് വേണ്ടി ഇത്ര, അങ്ങനെ ഞാനെല്ലാം അന്ന് തൊട്ടേ ഫ്രം ദ ഫസ്റ്റ് മന്ത് മൈ സാലറി ഞാൻ അതൊക്കെ ഓരോന്നും അതിനായിട്ട് മാറ്റി വയ്ക്കും. സോ അങ്ങനെ മാറ്റി വെച്ചൊന്നും ഞാൻ വേറെ ഒന്നിനും യൂസ് ചെയ്യത്തില്ല. സോ ആദ്യം തൊട്ട് അതെന്തുകൊണ്ടോ എനിക്ക് അങ്ങനൊരു ശീലം വന്നു, ഞാനത് ചെയ്തു. സോ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ അഫ്കോഴ്സ് വി ഡു നീഡ് എ സേവിങ്സ്. സോ സേവിങ്സ് അതെന്തായാലും വേണം. ബിക്കോസ് നമ്മളിപ്പോൾ കിട്ടുന്ന സാലറി അങ്ങനെ നമ്മൾ അടിച്ചു പൊടിച്ച് കളയുവാണെങ്കിൽ സേവിങ്സ് ഇല്ലാതിരുന്നാൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്കൊരാൾക്ക് കൈ നീട്ടേണ്ടി വരും, ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യേണ്ടി വരും, അല്ലേ? അപ്പോൾ അതിൻ്റെ ആവശ്യകത ഒഴിവാക്കാനായിട്ട് സേവിങ്സ് ഇസ് എ ബെസ്റ്റ് ഓപ്ഷൻ ദാറ്റ് വി ക്യാൻ ഡു. സോ ഇന്ന് എനിക്ക് അത്ര പ്രൗഡായിട്ട് പറയാൻ പറ്റും, ഇന്ന് എൻ്റെ ബോഡിയിലുള്ള എന്താണെങ്കിലും, ഡ്രസ്സാണെങ്കിലും ഓർണമെൻ്റ് ആണെങ്കിലും, അത് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഐ ഓൺ ഈച്ച് ആൻഡ് എവറിത്തിങ് ഓൺ മൈ ബോഡി എന്ന് എനിക്ക് പറയാൻ പറ്റും. അത് ശരിക്കും ഭയങ്കര സ്ട്രോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഓൺ ചെയ്തത്, നമ്മൾ അധ്വാനിച്ച് വാങ്ങുന്ന സാധനങ്ങളല്ലേ. അതുപോലെ തന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് ടാഗ് നോക്കാതെ വാങ്ങണം എന്നുള്ളതായിരുന്നു. പണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി പ്രൈസ് ടാഗ് നോക്കാതെ എനിക്കൊരു സാധനം വാങ്ങണം എന്നായിരുന്നു. പക്ഷേ നൗ ഐ റിയലി ഗോട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അതല്ല ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി. പ്രൈസ് ടാഗ് വാങ്ങാതെ നോക്കുന്നത് റിയലി എ ഷിറ്റ്, യു നോ. ലൈക്ക് എത്ര റിച്ച് ആണെങ്കിലും, ലൈക്ക് എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും നമ്മളൊരു ലിമിറ്റ് വെച്ചിരിക്കണം. എനിക്ക് മനസ്സിലായ കാര്യമാണ്, നമ്മൾ എന്തിനും ഒരു ലിമിറ്റ് വെച്ച് അതിനുള്ളിലേ നമ്മൾ എന്തും ചെയ്യാവൂ. ലൈക്ക് വാട്ട് എവർ ഇറ്റ് മേ ബി. പ്രത്യേകിച്ചും സ്പെൻഡിങ് മണി, പർച്ചേസിങ് സംതിങ്, സ്പെൻഡിങ് മണി എന്ന് പറയുമ്പോഴത്തേക്ക് അഫ്കോഴ്സ് നമുക്കൊരു ലിമിറ്റ് ഉണ്ടായിരിക്കണം. ആ ലിമിറ്റിനുള്ളിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് എന്ത് വേണം ചെയ്യാം. ബിക്കോസ് വി ആർ ഓണിങ്, നമ്മൾ അധ്വാനിക്കുന്നത് നമുക്ക് ജീവിക്കാനാണ്, നമുക്ക് ജീവിക്കണം, മനസ്സിലായില്ലേ? വി ഹാവ് ടു എക്സ്പ്ലോർ മെനി പ്ലേസസ്, വി ഹാവ് ടു ഈറ്റ് ന്യൂ ഫുഡ്സ്, വി ഹാവ് ടു വിസിറ്റ് ന്യൂ പ്ലേസസ്, വി ഹാവ് ടു ബൈ സംതിങ് ഫോർ അവർ സെൽഫ്. സോ ഇതെല്ലാം നമ്മൾ കൊടുക്കേണ്ട ഒരു ലവ് ആണ്, ഒരു സെൽഫ് കെയർ ആണ്. നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടേണ്ട ആ ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ, നമ്മൾ കഷ്ടപ്പെട്ട് മരം വളർത്തുമ്പോൾ അതിലുണ്ടാകുന്ന ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാൻ പറ്റണം, അല്ലേ? സോ അതുപോലെയാണ് നമ്മൾ ഏൺ ചെയ്യുന്ന ഓരോ റുപ്പിയും നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റണം. സോ നോട്ട് ഓൺലി സ്പെൻഡിങ്, സേവിങ്സ് ആൾസോ. സേവിങ്സ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൻ്റെ ഒരു സ്പെൻഡിങ് ആണ് സേവിങ്സ്. സോ നാളെ ഒരിക്കൽ നമുക്ക് ആരുടെ മുമ്പിലും കഴിഞ്ഞിട്ടാതിരിക്കണമെങ്കിൽ സേവിങ്സ് ഇസ് എ മസ്റ്റ് തിങ്, ഹാവ് ടു ഡു. സോ അത് മാത്രമല്ല, പിന്നെ വീട്ടിലാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അവർ വില കൽപ്പിക്കാൻ തുടങ്ങും. ആൻഡ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ടും വല്ലപ്പോഴും കാണുന്നതുകൊണ്ടും ആ ഒരു സ്നേഹവും അപ്പം കിട്ടുന്നൊരു ഒരു ഫീലിംഗ്, ഇറ്റ്സ് സോ ഗുഡ്. അതുപോലെ നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും കാര്യങ്ങൾക്ക്, നമ്മൾ ഭയങ്കര റെസ്പോൺസിബിൾ ആവും. അങ്ങനെ കുറേ ചേഞ്ചസ് എൻ്റെ ലൈഫിൽ വന്നു. ആൻഡ് ദ ഫസ്റ്റ് തിങ് വാട്ട് ഐ ഡിഡ് ഇസ്, എൻ്റെ സാലറി വന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു എമൗണ്ട് ഞാൻ അയച്ചു കൊടുത്തു. സോ ദാറ്റ് വാസ് സോ ഗുഡ്. അത് മാത്രമല്ല, നമ്മുടെ ലവ്ഡ് വൺസിന് നമ്മൾ അധ്വാനിക്കുന്ന പൈസയിൽ എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ, ലൈക്ക് ഐ ഏൺ ഇറ്റ് ആൻഡ് ഐ എം ബൈയിങ് ഇറ്റ് ഫോർ മൈ ലവ്ഡ് വൺ. അത് ഭയങ്കര അടിപൊളി ഒന്നാണ്. സോ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ എനിക്കറിയാം, ദേ വർ ലൈക്ക്, എനിക്ക് ജോലിക്കൊന്നും പോകണ്ട, എനിക്ക് കല്യാണം കഴിച്ച് വീട്ടിൽ സെറ്റിലായിരുന്നാൽ മതി. ഈ തോട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ലൈക്ക് വി ആർ ഹ്യൂമൻസ്, റൈറ്റ്? എത്രയൊക്കെ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്കൊരു മടുക്കും, അതായത് ഈ ജോലിക്ക് പോകാൻ
വയ്യാന്നൊരു സ്ഥിതി വരും. അതും ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് വർക്ക് ചെയ്യുന്നത്, എനിക്കിത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ബട്ട് വാട്ട് ഐ തിങ്ക് ഇസ്, നമ്മളിപ്പോൾ ഒരു മാരീഡ് ആയിട്ട് ഒരാളാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇരിക്കുകയാണ്, നമുക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് നമുക്ക് ഇറങ്ങി വരണമെങ്കിൽ വി നീഡ് ടു ബി ഫിനാൻഷ്യലി സ്റ്റേബിൾ. സോ എനിക്ക് തന്നെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഉണ്ട്. സോ ആരാന്നൊന്നും പറയുന്നില്ല. സോ ഷീ വാസ് ലൈക്ക് 2 മക്കളുണ്ട് കേട്ടോ. ആൻഡ് റിയലി ഒരു ബാഡ് മാരീഡ് ലൈഫാണ് പുള്ളിക്കാരത്തേക്ക്. മാരീഡ് ലൈഫ് എന്ന് ലൈക്ക് ഫ്രം ഹർ ഹസ്ബൻഡ് ഷീ റിയലി നീഡ്സ് ടു ഗെറ്റ് ഔട്ട്. പക്ഷെ അതിന് കഴിയുന്നില്ല. പുള്ളിക്കാരത്തി പറയുന്നത് വെച്ചാൽ കുറച്ച് സോഷ്യൽ സ്റ്റിഗ്മാസ് പറയുന്നുണ്ട്. അതായത് ഹസ്ബൻഡില്ലാതെ അച്ഛനില്ലാതെ പിള്ളേരെ വളർത്തുന്ന കാര്യം, പിന്നെ ഫിനാൻഷ്യൽ ഒരു സംഭവം. സോ പുള്ളിക്കാരത്തിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരത്തി ഒരിക്കലും ചിന്തിക്കില്ല എനിക്കൊരു ഹസ്ബൻഡ് വേണം എൻ്റെ പിള്ളേരെ വളർത്താൻ എന്ന് പുള്ളിക്കാരത്തി ഒരിക്കലും ചിന്തിക്കില്ലായിരുന്നു. സോ ജോലി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത് ഉറപ്പായിട്ടും നമുക്ക് എപ്പോഴായാലും നമുക്ക് നല്ലൊരു ഒരു സ്ട്രെങ്ത്, ഒരു കോൺഫിഡൻസ് എല്ലാം തരുന്ന ഒന്നാണ്. ബിക്കോസ് നമ്മൾ ഏൺ ചെയ്യുന്നു, നമുക്കൊരു മനുഷ്യൻ്റെ കൈ നീട്ടേണ്ടത്, നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകും. സോ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്ത് പ്രോബ്ലം വന്നാലും നമുക്ക് സർവൈവ് ചെയ്യാൻ, നമുക്ക് അത് ഫേസ് ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് ഉറപ്പായിട്ടും സത്യം പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തരും. ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് മണി കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ലൈഫ് എക്സ്പീരിയൻസസ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ സത്യം. കാരണം ഞാൻ അതുവരെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരോ കഥകളോ ആയിരുന്നില്ല. എനിക്കൊരു ജോലി കിട്ടി, ഞാൻ ഒരു ഓഫീസിൽ കയറിയപ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ഇറ്റ്സ് ടെക്നോ പാർക്ക് നൈറ്റ് ഷിഫ്റ്റ് ജോബാണ്. അപ്പോൾ അവിടെ കാണുന്ന ആൾക്കാരും കഥകളും എല്ലാം എനിക്ക് ഒരിക്കൽ പോലും ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണും, കുറേ കാര്യം നമ്മൾ പഠിക്കും. സോ ഇറ്റ്സ് എ റിയലി ന്യൂ തിങ്, ഒരു ന്യൂ ബുക്ക്, ഒരു ന്യൂ കോഴ്സ് പഠിക്കുന്ന പോലെയാണ് നമ്മളെ ലൈഫ്. ശരിക്കും നമ്മൾ പഠിച്ചു തുടങ്ങും. സോ എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഒരു ബൂം, ഒരു ഗ്രാഫ്, ഒരു മേലോട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. പെട്ടെന്ന് ഒരു ചേഞ്ച് ആയിരുന്നു കിട്ടുന്നത്. സോ എവ്രി വിമൻ ഡിസേർവ് ദിസ്. ഐ ഡോണ്ട് വാണ്ട് ടു സേ ലൈക്ക് എവറി വിമൻ, ലൈക്ക് എവറി വൺ ഡിസേർവ് ദിസ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഇതൊക്കെ നമ്മളെല്ലാവരും വി റിയലി നീഡ് ദിസ് തിങ്. സോ വീട്ടിലിരിക്കണം, ജോലിക്ക് പോകണ്ട, സമ്പാദിക്കേണ്ട എന്നൊക്കെ ചിന്തിക്കുന്നവരൊന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു, ചെറിയ എന്തെങ്കിലും ഒരു കാര്യം, ഒരു കമ്മലോ, ഒരു ജ്വല്ലറി പീസോ, ഇപ്പോൾ ഒരു ഡ്രസ്സോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ചോക്ലേറ്റ് എങ്കിലും ആയിക്കോട്ടെ, ആ കാര്യം വാങ്ങിത്തരാൻ കുഞ്ഞാണെങ്കിൽ ഓക്കെ, ലൈക്ക് വി ആർ അണ്ടർ അവർ പാരൻസ് റൈറ്റ്. സോ അത് കുഴപ്പമില്ല. പക്ഷെ ഒരു ഏജ് കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റ് എങ്കിലും എവിടെയെങ്കിലും പോയി വാങ്ങാൻ തോന്നുമ്പോൾ എനിക്കിത് വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കിത് വാങ്ങാൻ പൈസ തരുമോ എന്ന് ചോദിക്കുന്നതിൽ പരം ബുദ്ധിമുട്ട് വേറെ ഇല്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഈ റീസെൻ്റ്ലി കുറേ പിള്ളേർ ഈ 18 വയസ്സ് തന്നെ വരെ ഒളിച്ചോടി കല്യാണം കഴിക്കുന്നതെന്നും വെള്ളോളം തരി പുന്നെന്തിന കൈൻഡ് ഓഫ് ലോട്ട്സ് ഓഫ് തിങ്സ് വി ക്യാൻ സീ ഇൻ ദ സോഷ്യൽ മീഡിയാസ് നൗ. സോ അതിൽ ഒരാൾ പറഞ്ഞതാണ്, ഐ എം നോട്ട് ജഡ്ജിങ് എനി വൺ, ബട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ ലൈഫ്, ദേ ഹാവ് ടു ലിവ് ബൈ ദെയർ സെൽഫ്, ലൈക്ക് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ജീവിക്കാം. സോ ഇറ്റ്സ് നോട്ട് ബാഡ്, ഐ എം ജഡ്ജിങ് എനി വൺ. പക്ഷേ എന്നാലും അതിൽ ആ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് പഠിക്കാനും ജോലിക്ക് പോകണമെന്ന് താല്പര്യമില്ല, ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്നോളാം. സോ അപ്പോൾ ആ ഇൻ്റർവ്യൂവർ, ഒരു ആങ്കർ ഗേൾ ചോദിച്ചതാണ്, ഇയാൾക്ക് ഇന്നേഴ്സ് വാങ്ങാനെങ്കിലും പൈസ വേണ്ടേ, അതിനും പൈസ ചോദിക്കുന്നത് ഗതികേടല്ലേ? ശരിക്കും കറക്റ്റാണ്. നമ്മൾ എത്രയൊക്കെ നമുക്ക് ഭയങ്കര സ്നേഹമാണ്, അച്ഛനമ്മയാണ്, നമ്മൾ ഹസ്ബൻഡാണെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ അടിവസ്ത്രം, ഇന്നേഴ്സ് നമ്മൾ വാങ്ങാൻ വരെ ഒരാൾക്ക് കൈ നീട്ടണം എന്ന് പറയുന്നത് ഇറ്റ്സ് സോ ബാഡ്. അപ്പോൾ അതുപോലെ നമുക്ക് അപ്പോൾ കിട്ടുന്ന റെസ്പെക്റ്റ് ഒക്കെ വളരെ കുറവായിരിക്കും. നമ്മളൊരു ഒപ്പീനിയൻ പറഞ്ഞാൽ അത് അവർ കേൾക്കണം എന്നില്ല, നമുക്ക് റെസ്പെക്റ്റ് തരണം എന്നില്ല. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അത് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ബട്ട് വെൻ യു സ്റ്റാർട്ട് ലിവിങ് ബൈ യുവർ ഓൺ, വെൻ യു സ്റ്റാർട്ട് ഏൺ യുവർ സെൽഫ്, വെൻ യു ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് വെൻ യു ബിക്കം ഫിനാൻഷ്യലി സ്റ്റേബിൾ, അന്ന് ആ നിമിഷം തൊട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആൾക്കാരെ വില കൽപ്പിച്ചു തുടങ്ങും. സീരിയസ്ലി, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങും, റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. റെസ്പെക്റ്റ് ഇസ് ദ കീ വേർഡ് ദാറ്റ് ഐ ഹാവ് ടു സേ. സത്യം, നിങ്ങൾ ഏൺ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളുടെ ലൈഫിൽ അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളോ, അതുവരെ നിങ്ങളടുത്ത് ആൾക്കാർ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, അത് ഭയങ്കരമായിട്ട് മാറും. സീരിയസ്ലി, അത് ഭയങ്കര ഒരു പവർ, ഒരു എംപവർമെൻറ്റ് തന്നെ പറയണം ശരിക്കും. സോ ടുഡേയ്സ് വിമൻസ് ആൻഡ് ഗേൾസ് ഡു ഡിസേർവ് ദാറ്റ്.
കാര്യം ശരിക്കും ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് ഇറങ്ങി വരണമെങ്കിൽ അവർക്ക് ഫിനാൻഷ്യലി അവർ സ്റ്റേബിൾ ആണെങ്കിൽ അവർക്ക് പറ്റും. സോ അവിടെ ഒരു ജോലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ കല്യാണം കഴിക്കണ്ട, അവൾക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് കെട്ടണം, എനിക്ക് കല്യാണമേ കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ അത് പറയാൻ പറ്റണമെങ്കിൽ ഷീ ഷുഡ് ബി ഫിനാൻഷ്യലി സ്റ്റേബിൾ. ഇതൊന്നും വേണ്ട. എന്താ പറയുകയാണ്, ലൈക്ക് ഇപ്പോൾ തന്നെ ഒത്തിരി പേര് ഹൗസ് വൈഫ്സ് വൈ ലൈക്ക് ഹൗസ് വൈഫ്സ് മാത്രം നമ്മൾ കേൾക്കുന്നുള്ളൂ, നമ്മൾ ഹൗസ് ഹസ്ബൻഡ്സ് ഒന്നും കേൾക്കുന്നില്ല. സോ ഇൻ 2025 ആൾസോ സ്റ്റിൽ പീപ്പിൾ ആർ യൂസിങ് ദറ്റ് തിങ് ലൈക്ക് എന്തുകൊണ്ട് ആണുങ്ങൾക്ക് ആ ഹൗസ് വൈഫ് പോലെ ഹൗസ് ഹസ്ബൻഡ്സ് ഉണ്ടാകുന്നില്ല? ഇതൊക്കെ എൻ്റെ തോട്ട്സാണ്. ഐ ഡോണ്ട് നോ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നില്ല. ഹൗസ് വൈഫ്സ് മാത്രം ഉണ്ടാകുന്നുള്ളൂ. ആണുങ്ങൾക്ക് എന്താ അങ്ങനെ വീട്ടിൽ ഇരിക്കണമെന്ന് തോന്നാറില്ലേ? തോന്നും. ബട്ട് അവർ ഇത്രയും നാളും അവർ കണ്ടു വന്നുകൊണ്ടിരുന്ന സൊസൈറ്റി ഇല്ലെങ്കിൽ സോഷ്യൽ സ്റ്റിഗ്മാസ് വേണമെങ്കിൽ പറയാം, അവർ കണ്ടുകൊണ്ടിരുന്ന ആണുങ്ങൾ ജോലിക്ക് പോയേ പറ്റൂ. ദേ ഹാവ് ടു ലുക്ക് ആഫ്റ്റർ ദെയർ ഫാമിലി. പെണ്ണുങ്ങൾക്കാണെങ്കിൽ കുഴപ്പമില്ല, ഓപ്ഷൻ ഉണ്ട്, ഭർത്താവിൻ്റെ പൈസയ്ക്ക് ജീവിക്കാം, അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ജോലിക്ക് പോകണ്ട. ഇങ്ങനെ കുറേ സൊസൈറ്റി തന്നെ കുറേ ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ട് ആണുങ്ങൾക്ക് അഡ്വാൻറ്റേജസ് പോലെ അതുപോലെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, പെണ്ണുങ്ങൾക്ക് ഡിസഡ്വാൻറ്റേജസ് പോലെ അഡ്വാൻറ്റേജസും ഉണ്ട്. സോ എല്ലാം ഒരു പരിധി വരെ കൊള്ളാം. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇഫ് യു ആർ ഏർണിംഗ് യു വിൽ ഗെറ്റ് എ ഗുഡ് ഹാപ്പി ലൈഫ്. പ്രശ്നങ്ങളുണ്ടാവും, സ്ട്രഗിൾസ് ഉണ്ടാവും, ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ പൈസയ്ക്ക് സ്ട്രഗിൾ ചെയ്യും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നിനക്ക് നാളൊരു പ്രശ്നം വന്നു, നിൻ്റെ സേവിങ്സിന് അപ്പുറം നിനക്ക് ഒരു ചിലവ് വന്നു, ധൈര്യമായിട്ട് ഒരാൾക്ക് പോയി പൈസ ചോദിച്ചാൽ അയാൾ തരും. ബിക്കോസ് യു ആർ ഏർണിംഗ്. നിന്നെ ഭയങ്കരമായിട്ടൊരു സ്ട്രെങ്ത് തന്നെയാണ് നമുക്ക് തരുന്നത്. ലോട്ട് ഓഫ് തിങ്സ് നമുക്ക് പഠിക്കാൻ പറ്റും, ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും, പുതിയ പുതിയ ആൾക്കാരെ കാണാൻ പറ്റും, പുതിയ പുതിയ സ്ഥലങ്ങൾ അറിയാൻ പറ്റും. എല്ലാം കൊണ്ടും ലൈഫ് ഭയങ്കര ഒരു ചേഞ്ചസ് ആയിരിക്കും ഉറപ്പായിട്ടും ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ ലൈഫിന് ഒരു പ്രോബ്ലം വന്നാൽ പോലും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അത് ഫേസ് ചെയ്യാൻ പറ്റും. സോ എവറി വിമൻ ഇൻ ദിസ് ജനറേഷൻ ഷുഡ് ബ്രേക്ക് ഓൾ ദ ജനറേഷൻ സ്റ്റിഗ്മാസ്. ശരിക്കും ഞാൻ പറയാം, പേയിങ് ദ ബിൽസ് തൊട്ട് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കപ്പിൾസ് ലൈക്ക് ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ അൺമാരീഡ് കപ്പിൾസോ ആരോ ആയിക്കോട്ടെ, എല്ലാം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചാലോ എവിടെയെങ്കിലും പോയാലോ പേയിങ് ദ ബിൽസ് ഇസ് ഓൾവേസ് ഇൻ ദ പാർട്ട് ഓഫ് മെൻസ് തിങ്. സോ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ പേയിങ് ദ ബിൽസ് പോലും ഇന്ന് ഈ 2025 ഇന്നും അങ്ങനെ തന്നെയാണ്. എത്ര പേര് ഭാര്യ കപ്പിൾസായിട്ട് പോകുമ്പോൾ സ്വന്തം ഭാര്യനെ അല്ലെങ്കിൽ സ്വന്തം ഗേൾ ഫ്രണ്ടിനെ പേ ചെയ്യാൻ വിടുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ സ്നേഹത്തോടെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ കെയറോടെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ അതും ഒരു സോഷ്യൽ സ്റ്റിഗ്മ എന്ന് ഞാൻ പറയും. വി ഹാവ് ടു ബ്രേക്ക് ഓൾ ദിസ് തിങ്. ഇന്നത് ഫോർ വിമൻസ്, ഇന്നത് ഫോർ മെൻസ് എന്നുള്ള സാധനം ഫസ്റ്റ് ഓഫ് ഓൾ ബ്രേക്ക് ചെയ്യണം. സോ ഐ റിയലി നീഡ് ടു സേ ദിസ് തിങ്. ലൈക്ക് ഇതറിയാതെ കുറേ പേര് നിൽക്കുന്നുണ്ട്. അതായത് ജോലിക്കൊന്നും പോകണ്ട, കല്യാണം കഴിഞ്ഞ് വീട്ടിൽ സെറ്റിലാവാം എന്നൊക്കെ കരുതുന്ന ഒത്തിരി പേരടുത്ത് എനിക്ക് പറയണമെന്നുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്നൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. അതില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വി വിൽ ബി എ സ്ലേവ്. അതെനിക്ക് ഉറപ്പായിട്ട് ആ വാക്ക് പറയാൻ പറ്റും. വി വിൽ ബി എ സ്ലേവ്. ഇപ്പോൾ അച്ഛനും അമ്മയുടെ കീഴിൽ നിൽക്കുവാണെങ്കിൽ നമ്മൾ അവർ പറയുന്നത് കേൾക്കേണ്ടി വരും. ഹസ്ബൻഡാണ് നോക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് കേൾക്കേണ്ടി വരും. നമ്മളിങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ സ്ലേവറിയിൽ നമ്മൾ ജീവിക്കേണ്ടി വരും. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഒരു ഫെമിനിസം അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫെമിനിസം ഇസ് ആക്ച്വലി ഗുഡ്. ആൾക്കാർ അതിനെ തെറ്റായ രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഫെമിനിസം ഇസ് റിയലി ഗുഡ് ആക്ച്വലി. പക്ഷേ ഞാൻ എന്നാലും അങ്ങനെ ഒരു ബാഡ് ഇമ്പാക്റ്റ് അല്ല ഞാൻ പറയുന്നത്. ഒരു പ്രശ്നം വന്നാൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണെങ്കിൽ പോലും അവർക്ക് ഒട്ടും പറ്റാതെയാണ് ആ മാരീഡ് ലൈഫിൽ അവർ നിൽക്കുന്നത്. അവരെ കുട്ടികളെ അത്രയ്ക്ക് അത് അഫക്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ലേഡിക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ബിക്കോസ് ഷീ ഈസ് നോട്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ, ഷീ ഈസ് നോട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. ആ ഒരു ഒറ്റ കാരണം അവിടെ 3 പേരാണ്. ആ അമ്മ 2 പിള്ളേർ, ഈ 3 പേരുടെ ലൈഫാണ് അവിടെ കംപ്ലീറ്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ ഇസ് ഫൈനാൻസ്. സോ മൈ ഗേൾസ്, ഐ ഹാവ് ടു ഷൗട്ട് ഔട്ട്, പ്ലീസ് ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. പഠിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കുക. നമുക്ക് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഗുഡ് ആൻഡ് ബിഗ് തിങ്, ഒരു അസറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ.
നമുക്ക് വേറെ എന്ത് കൊടുത്താലും അത് നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റും, അതുകൊണ്ട് കളയാൻ പറ്റും, ബാക്കിയുള്ളവർക്ക് തട്ടിയെടുക്കാൻ കഴിയും. പക്ഷേ ആർക്കും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പോകാൻ പറ്റാത്ത ഒന്നാണ് എഡ്യൂക്കേഷൻ. ഇഫ് യു ആർ എഡ്യൂക്കേറ്റഡ് യു ക്യാൻ ഗെറ്റ് എ ജോബ്, യു ക്യാൻ ബി ഫിനാൻഷ്യലി സ്റ്റേബിൾ, യു ക്യാൻ ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. എഡ്യൂക്കേഷൻ ഇസ് എ മസ്റ്റ് തിങ്. അതിപ്പോൾ എത്രയൊക്കെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും എഡ്യൂക്കേഷൻ അത് നമ്മൾ കൊടുക്കണം, അത് നമ്മൾ എടുക്കണം. എഡ്യൂക്കേഷൻ ഇസ് എ കോർ തിങ് ഫോർ ഓൾ ദിസ് തിങ്. എല്ലാത്തിൻ്റെയും ബേസ്, ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ തന്നെയാണ്. സോ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. സോ കുറേ നാളായി ഐ തോട്ട് ഐ ഹാവ് ടു സേ, ബിക്കോസ് ഇപ്പം എൻ്റെ അമ്മ ഷീ സിംഗിൾ മദർ. പുള്ളിക്കാരത്തി സിംഗിൾ മദർ ആയ ആ ടൈമിൽ പുള്ളിക്കാരത്തിക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ ഷീ ഗോട്ട് എ ജോബ്, ഷീ ഈസ് എഡ്യൂക്കേറ്റഡ്. പുള്ളിക്കാരത്തിക്ക് എന്നെ നോക്കാൻ പറ്റും എന്നൊരു സ്ട്രെങ്ത് ഉറപ്പായിട്ടും ജോലി ഉള്ളത് കൊണ്ടാണ്, എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ടാണ് പുള്ളിക്കാരത്തിക്ക് പറ്റിയത്. സോ എൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ എൻ്റെ അമ്മ തന്നെ വീട്ടിലുണ്ട്. എന്നെ ഇന്ന് നിമിഷം വരെ ലൈക്ക് ഇപ്പം ഐ എം ലിവിങ് മൈ ഓൺ, പക്ഷേ ആ ജോലി കിട്ടുന്നത് വരെയും ഇല്ലെങ്കിൽ കിട്ടിയ എൻ്റെ ഫസ്റ്റ് മന്ത് സാലറി വരെയും എനിക്ക് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഞാൻ വീട് മാറി ഷിഫ്റ്റ് ചെയ്തത് എല്ലാ ചിലവും പുള്ളിക്കാരത്തിയും നോക്കിയത്. സോ ഐ ഗേവ് ഹെർ ബാക്ക്. ബട്ട് ഇരുന്നാലും അതൊക്കെ നോക്കി തന്നില്ലേ. അപ്പോൾ അത്രയും പോയിന്റ് വരെ എനിക്ക് ഒരു കുറവും അറിയിക്കാതെ എന്നെ എല്ലാം ഷീ ഗേവ് മീ ദ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ്. എന്ത് കാര്യത്തിലാണെങ്കിൽ ഫ്രം എ പിൻ ടു ഒരു പിൻ വാങ്ങുന്നത് തൊട്ട് എന്ത് വലിയ കാര്യമാണല്ലോ, എഡ്യൂക്കേഷൻ ആണെങ്കിലും എന്താണെങ്കിലും ഷീ ഗേവ് മീ ദ ബെസ്റ്റ്. അപ്പം അതിന് പുള്ളിക്കാരത്തിക്കൊരു പ്രാപ്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബിക്കോസ് ഷീ ഹാസ് ഗോട്ട് ഇനഫ് എഡ്യൂക്കേഷൻ, ഷീ ഗോട്ട് എ ജോബ്. അതുകൊണ്ടാണ്. സോ I have to say this. വിമനോ മെന്നോ ആരോ ആയിക്കോട്ടെ, ഏത് ജെൻഡറോ ഏത് സെക്സോ എന്തോ ആയിക്കോട്ടെ, വി ഹാവ് ടു ബി എഡ്യൂക്കേറ്റഡ്. എവിടെയും നമ്മൾ പറയുന്ന കാര്യത്തിനൊരു വില കൽപ്പിക്കണമെങ്കിൽ, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ കേൾക്കണമെങ്കിൽ, ശ്രദ്ധിക്കണമെങ്കിൽ, നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒരു കാര്യം പറയാൻ പറ്റണമെങ്കിൽ, ഇഫ് യു ഹാവ് ടു ലീവ് അലോൺ, ഇല്ലെങ്കിൽ നമുക്ക് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും അതിനൊരു സ്ട്രെങ്ത്, ഒരു ബേസ്, ഒരു ഫൗണ്ടേഷൻ, ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. സീരിയസ്ലി വി ക്യാൻ ഓൺ ദ വേൾഡ്. അഫ്കോഴ്സ് ഇപ്പോൾ എത്രയോ സ്ഥലങ്ങളിലാണ് സ്ത്രീകളിപ്പോൾ ഓൺട്രപ്രണേഴ്സ്, CEOs, മാനേജേഴ്സ് എല്ലാം എന്തൊക്കെ പോസ്റ്റിംഗ് ആണ്. ദേ ഡു ഓൺ എ ലോട്ട് ഓഫ് കമ്പനീസ്, ദേ ഡു ഓൺ ലോട്ട് ഓഫ് തിങ്സ് അല്ലേ. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, കുറേ രാജ്യങ്ങൾ ഇതൊന്നും അത്രയ്ക്കൊരു ഇത് വന്നിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ ലോകം മാറുന്നുണ്ട്. പഴയ ഒരു പോയിന്റിൽ നിന്നും ലോകം ഒത്തിരി മാറി, ആൾക്കാരുടെ ചിന്താഗതികൾ മാറിയിട്ടുണ്ട്, എല്ലാം മാറുന്നുണ്ട്. ഇറ്റ്സ് സ്റ്റിൽ ചേഞ്ചിങ്, ഇറ്റ്സ് നോട്ട് ചേഞ്ച്ഡ്, ഇറ്റ്സ് ചേഞ്ചിങ്. അപ്പോൾ ആ ഒരു സംഭവം വന്നിട്ടുണ്ട്. എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇഫ് വി ആർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, ഇഫ് വി ആർ ഫിനാൻഷ്യലി സ്റ്റേബിൾ, ദെൻ വി ക്യാൻ ഡു എനിത്തിങ്. അത് ഒരു നല്ലൊരു ഇമ്പാക്റ്റിൽ നിങ്ങൾ എടുക്കണം. ഞാൻ ഈ പറഞ്ഞത് എനിത്തിങ് എന്ന് പറയുമ്പോൾ അതിന് മോശം ഒരു രീതിക്ക് എടുക്കാതെ എന്ത് നല്ലതും നമുക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കും. നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം വന്നാൽ നമ്മൾക്കത് സർവൈവ് ചെയ്യാൻ നമ്മളെ സഹായിക്കും നമ്മുടെ ജോലി. നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ പറയണമെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റും. നമുക്ക് നമ്മുടെ വീട്ടുകാരത്തൊരു കാര്യം സംസാരിക്കണമെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി ഉണ്ടെങ്കിൽ, നമ്മൾ ഏർണിംഗ് ആണ്, നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കവിടെ സഹായിക്കും. ഗേൾസ്, ദിസ് ഇസ് എ ഷൗട്ട് ഔട്ട് ടു ഓൾ മൈ ഗേൾസ് seeing this video. We have to be educated, we have to get a job, we have to earn, we have to be financially independent. So ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. കുറേ ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചാണ് വന്നത്. സോ എല്ലാം എനിക്ക് ഞാൻ പറയാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ദിസ് ഇസ് ഇറ്റ് ഗൈസ്, ദിസ് ഇസ് എ വീഡിയോ. സോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ see you, bye, and don't forget to like, share and subscribe. Thanks for watching. Bye.